നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമാണ് എന്നാണ്, അല്ലെങ്കിൽ അത് അമേരിക്കൻ ടെറിട്ടറി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് ദിവസം മുൻപ് അദ്ദേഹം ഈ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇനി യുദ്ധം കഴിയുമ്പോൾ അത് ഞങ്ങളുടേതാവുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടേതാണ് എന്നാണ്. അന്ന് അന്നത്തെ അവകാശവാദത്തിന് ഇറാൻ മറുപടി പറഞ്ഞിരുന്നു, ഇത് പണ്ടും ഇന്നും നാളെയും ഞങ്ങളുടേതായിരിക്കും എന്നാണ് അവരുടെ മറുപടി അന്നുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദത്തിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ ഈ ഹോർമുസിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അതിലെ ട്രാഫിക് നടക്കുന്നുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ മാരിടൈം അസോസിയേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാവുന്നത്. നേരത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന ട്രാഫിക്കിൻ്റെ 27% മാത്രമാണ് ഇപ്പോഴവിടെ നടക്കുന്ന ട്രാഫിക്. പക്ഷേ 27% ട്രാഫിക്കും അമേരിക്കയുടെ സൈനിക സഹായത്തോടെയാണ് നടക്കുന്നത്. അമേരിക്കയുടെ നേവൽ പെട്രോളിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഈ ഷിപ്പുകൾ കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന ഷിപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുകയല്ല ചെയ്യുന്നത്. ഈ ഓയിൽ വിൽക്കുന്ന രാജ്യങ്ങളുടെ സൗദി അറേബ്യയുടെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ, ബഹ്റൈൻ്റെ, ഖത്തറിൻ്റെ ഒക്കെ വലിയ ഷിപ്പുകൾ, സാധാരണ 10 ലക്ഷം ബാരലാണ് ഏറ്റവും വലിയ ഷിപ്പുകളുടെ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. ഏകദേശം അതിൻ്റെ ഇരട്ടിയിലധികം കപ്പാസിറ്റി ഉള്ള ഷിപ്പുകളാണ് ഇപ്പോൾ ഹോർമുസ് സ്ട്രെയ്റ്റിലൂടെ ഈ രാജ്യങ്ങൾ ഓയിലുമായിട്ട് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ അവർ തന്നെ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഈ കപ്പലുകളിൽ ഈ ഓയിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടത്തി ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളുടെ ഷിപ്പുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഇപ്പോൾ ഓയിൽ എക്സ്പോർട്ടിന് നേരത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എത്ര ഓയിലാണോ ഹോർമുസിലൂടെ കടന്നു പോയിരുന്നത് അതിൻ്റെ ഏകദേശം 70% ഓയിൽ ഇപ്പോൾ ഹോർമുസിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ അവകാശവാദത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. അതായത് ഹോർമുസ് ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല ഈ ദിവസങ്ങളിലൊന്നും അതിലെ കടന്നുപോയ ഷിപ്പുകളെ ഇറാൻ ആക്രമിച്ചതായി പറയപ്പെടുന്നില്ല. ഇവിടെ അവസാനമായിട്ട് ആക്രമിക്കപ്പെട്ടത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പോർട്ടിൽ കിടന്ന ഷിപ്പുകളെ ആക്രമിച്ച കാര്യമാണ് ഈ ഷിപ്പുകളുടെ നേരെയുണ്ടായ ആക്രമണം അവസാനം സംഭവിച്ചിട്ടുള്ളത്. അതായത് ഹോർമുസിൻ്റെ മേലെയുള്ള IRGCയുടെ പിടി ഏകദേശം പൂർണ്ണമായിട്ടും അയഞ്ഞു എന്ന സൂചനയാണ് നൽകുന്നത്. കൂടാതെ ഇന്നലെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ മാഗ്നാനിമസ് എന്ന നിലയിൽ ഇറാഖിൽ അവരുടെ ഒരു മന്ത്രി ഇന്നലെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മന്ത്രിയുടെ വക ഒരു മാഗ്നാനിമസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി, ഇറാഖിൻ്റെ ഷിപ്പുകളൊക്കെ അതിൽ കടന്നു പോയിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ അതായത് അവർ പിടിച്ചാലും നിൽക്കില്ല എന്ന് ഏകദേശം അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവർക്ക് സൗഹൃദമുള്ള രാജ്യങ്ങളോടെ കടന്നു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഈ ഹോർമുസ് വിഷയത്തിൽ നിന്ന് ഇറാൻ പിൻവലിയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടാതെ ഒമാനുമായിട്ടുള്ള ഡിസ്കഷൻ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒമാനുമായിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ US ഇറാൻ ഡിസ്കഷൻ തന്നെയാണ്. ഒമാൻ എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ പിന്നിൽ, ഒമാൻ്റെ കഴുത്തിൽ US പിടിച്ചിട്ടുണ്ട്. അപ്പോൾ US എന്താണോ പറയുന്നത് അതാണ് ഒമാൻ്റെ വായിൽ കൂടെ പുറത്തേക്ക് പോകുന്നത്. അതിനിടയിലൂടെ ഒമാൻ എപ്പോഴോ ഒരു ചെറുതായിട്ടൊരു സ്വന്തം ഡീൽ നടത്താനൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് ബോംബ് എവിടെ ഇട്ടാലും പൊട്ടും, ഒമാനിലിട്ടാലും പൊട്ടും, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വർത്താനം പറഞ്ഞാൽ മതി എന്ന് ഒമാനോട് ട്രംപ് ഒരു ഡയലോഗ് അടിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇനി അതിനിടയിലൂടെ കുറച്ചുകൂടെ മുൻപ് ഒരു എക്കണോമിക് D-Day എന്നൊരു പ്രയോഗം ട്രംപ് നടത്തിയിരുന്നു. അതായത് ഈ ഇറാനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് ആരെങ്കിലും നടത്തുകയാണെങ്കിൽ, അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇറാൻ്റെ സാധനങ്ങൾ ആരെങ്കിലും വാങ്ങുകയോ ചെയ്താൽ അവർക്കെല്ലാം എതിരെ അമേരിക്ക വലിയ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. അത് അമേരിക്കയ്ക്കെതിരെ തന്നെയുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് അമേരിക്ക പരിഗണിക്കുമെന്ന നിലയിലുള്ളൊരു വലിയ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. നിശ്ചയമായും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെ തുടക്കത്തിൽ ഈ D-Day എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണത്. അത് ജർമ്മനി യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങൾ പിടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് ജർമ്മനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് മുഴുവൻ യൂറോപ്പും തന്നെ ഈ ജർമ്മനിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യൂറോപ്പിലേക്ക് ബ്രിട്ടനിൽ നിന്നാണ്, നമുക്കറിയുന്നത് പോലെ ബ്രിട്ടൻ എന്ന് പറയുന്നൊരു ദ്വീപാണ്, അറ്റ്ലാന്റിക്കിലുള്ളൊരു ദ്വീപാണ്. അപ്പം അറ്റ്ലാന്റിക് ഇങ്ങനെ വരുമ്പം അറ്റ്ലാന്റിക് ഈ യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പടിഞ്ഞാറേ അതിർത്തിയിൽ ഈ ഇംഗ്ലണ്ട്, ബ്രിട്ടൻ ഒരു ദ്വീപായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെയും യൂറോപ്പിലെ മെയിൻലാൻഡിൻ്റെയും ഇടയിലൂടെ കടൽ കിടക്കുന്നുണ്ട്, ഒരു ചെറിയ കടൽ കിടക്കുന്നുണ്ട്. ആ കടലിൻ്റെ പേര് ഇംഗ്ലീഷ് ചാനൽ എന്നാണ്. അപ്പം ഈ യൂറോപ്പിൻ്റെ മെയിൻലാൻഡിനെയും ബ്രിട്ടനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ കടൽ ഇംഗ്ലീഷ് ചാനൽ. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഈ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു ഭാഗത്തുള്ളത് അത് ബ്രിട്ടൻ ഐലൻഡാണ്, മറുഭാഗത്തുള്ളത് ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ഇതാണ് അതിൻ്റെ മറുഭാഗത്തായിട്ട് വരുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇതിൽ ഫ്രാൻസിലേക്ക് ബ്രിട്ടനിൽ നിന്ന് 1944 ജൂൺ 6-ന്
ഏകദേശം 1.5 ലക്ഷം പട്ടാളക്കാർ ഫ്രാൻസിലേക്ക് ഇരച്ചു കയറുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഡി ഡേ എന്ന് വിളിക്കുന്നത്. അന്ന് മുതലാണ് ജർമ്മനി പിന്നോട്ടടിച്ചു തുടങ്ങുന്നതും. ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമുക്കറിയുന്നത് പോലെ 1944 ജൂൺ 6-നാണ്. 1945 ഏപ്രിൽ 31 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. മെയ് 7 ജർമ്മനി ഔദ്യോഗികമായിട്ട് കീഴടങ്ങുന്നു. മെയ് 8 കീഴടങ്ങൽ ദിവസമായിട്ട് യൂറോപ്പിൽ ആചരിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ചരിത്രമുള്ളത്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയുള്ളൊരു വാക്കാണ് ഈ ഡി ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക് ഡി ഡേ എന്ന് പറഞ്ഞാൽ ഇറാനെതിരെയുള്ള അവസാന വട്ട നീക്കം എന്ന നിലയിലാണ് ഈ ഒരു വാക്ക് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് പിന്നെ ഇന്നലെ ഇപ്പം ചൈന പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, ഒരു നെഗോസിയേഷനിലൂടെയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇങ്ങനത്തെ എക്കണോമിക് സാങ്ഷൻസ് കൂടുതൽ ടൈറ്റാക്കി ഇറാനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊരു അഭിപ്രായം ചൈന പറഞ്ഞിട്ടുണ്ട്. വേറെ രാജ്യങ്ങളൊന്നും ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UAE ഇറാനുമായിട്ടുള്ള എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും എല്ലാ ട്രേഡും നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഇറാനിൽ നിന്ന് 2 മിസൈലുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ലക്ഷ്യമാക്കി 2 ബാലിസ്റ്റിക് മിസൈലുകൾ അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ്. ആ 2 ബാലിസ്റ്റിക് മിസൈലുകളെയും നേരിടുന്നതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിജയിച്ചു. നമുക്കറിയുന്നത് പോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൽ നിന്നും അയൺ ഡോം വാങ്ങി സ്ഥാപിച്ച് ഇസ്രായേലിൻ്റെ ആളുകൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുള്ളത്. അത് വളരെ പെർഫെക്റ്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായത്. ഇറാൻ അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ബാലിസ്റ്റിക് മിസൈലുകൾ UAEക്ക് നേരെ പ്രയോഗിക്കുകയും അത് 2ഉം കടലിൽ തന്നെ തകർക്കുവാൻ UAEക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷെ അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ അതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു അടിസ്ഥാനത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇറാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു അടിയാണ്. കാരണം ഏറ്റവും അധികം ഇറാൻ ട്രേഡ് പാർട്ട്ണറായിട്ടുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അവരുടെ ട്രേഡിൻ്റെ ഏകദേശം 30-35% UAEയുമായിട്ടാണ്. കാരണം ഈ UAE എന്ന് പറയുന്നത് ഒരു 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 സാധാരണ സ്ഥലം റീ എക്സ്പോർട്ടാണ്. എല്ലാ രാജ്യങ്ങളുടെ സാധനങ്ങൾ അവിടെ എത്തും, അവിടെ നിന്നാണ് പിന്നെ മറ്റ് പല സാധനങ്ങളിലേക്കും എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ അതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അവരുടെ ബിസിനസ്സും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദുബായിയൊക്കെ ഇത്ര വലിയ പട്ടണമായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്ത് സാധനങ്ങൾ, അതിപ്പം കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ, ഹെവി മെഷീനറി ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നിട്ടാണ് പിന്നീട് ഇറാനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇമാതിരിയുള്ള എല്ലാ ബിസിനസ്സും തങ്ങൾ നിർത്തുകയാണ് എന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇറാൻ പറഞ്ഞു, അയ്യോ ആ മിസൈൽ വിട്ടത് ഞങ്ങളല്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അത് നിങ്ങളുടെ രാജ്യത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും അയച്ചിട്ടില്ല. ഒരുപക്ഷെ ഇറാൻ പറയുന്നത് ശരിയായിരിക്കും. കാരണം അവരുടെ മിലിറ്ററിയുടെ മേലെ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ഈ IRGCയിൽ ഏതെങ്കിലും ഒരു ഈ ഇത്തരം വെപ്പൺസ് കൈകാര്യം ചെയ്യുന്ന ഒരുത്തരൊരു ഒരു 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 ഫാൻറ്റസി തോന്നി കാണും. ഇരിക്കട്ടെ UAEക്ക് 2 എന്ന് വിചാരിച്ച് ചിലപ്പോൾ 2 വിട്ടതായിരിക്കും. എന്തായാലും ശരി. അതോടെ ഇറാനെ സംബന്ധിച്ച് ഈ അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഇക്കണോമിക് ഡി ഡേ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മാത്രം ഒരു എക്കണോമിക് സാങ്ഷൻ ഇവരുടെ നേരെ പ്രയോഗിച്ചാൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ കരയുന്നത്, ഞങ്ങളല്ല ഈ മിസൈൽ അയച്ചത്, വേറെ ആരോ അയച്ചതാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യൂല, നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നൈബറാണെന്നൊക്കെ പലപ്പോഴും അവർ പലതരത്തിൽ കരഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്തായാലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അത് സമ്മതിച്ചിട്ടില്ല. എന്തായാലും മാത്രമല്ല, ഈ ഇറാൻ്റെ നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള മാരിടൈം ബ്ലോക്കേഡ് 100% തുടരുകയാണ്. അപ്പോൾ ഇറാനിലേക്ക് എന്തെങ്കിലും സാധനം കടലിലൂടെ പോവുകയോ കടലിലൂടെ ഇറാൻ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുകയോ ഓയിൽ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കുന്നേയില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ഇറാൻ തകർന്ന തരിപ്പണമായി എന്നുള്ളത് എല്ലാ റിപ്പോർട്ടുകളും അവരുടെ രാജ്യത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പെഷേസ്കിയാൻ പറയുന്നു, നമ്മളിപ്പോൾ ജയിച്ചു നിൽക്കുന്ന സമയമല്ലേ, ഇത് യുദ്ധം നിർത്താനുള്ള സമയമാണ് എന്നൊരു പ്രസ്താവന പെഷേസ്കിയാൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഇപ്പോഴാണ് യുദ്ധം നിർത്തേണ്ട റൈറ്റ് ടൈം എന്ന് അദ്ദേഹം ഇർണ എന്ന് പറയുന്ന അവരുടെ ഒരു വാർത്താ ഏജൻസി കൊടുത്ത റിപ്പോർട്ടിൽ അവർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വിജയിച്ചു നിൽക്കുകയാണ്, ഇനി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ ഒരു വിജയത്തോടെ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ധരിച്ചിരിക്കുന്നത് നമ്മൾ വിജയിച്ചു എന്നാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മുഖം ഏറ്റവും ബ്രൈറ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് യുദ്ധം നിർത്തുന്നതാണ് നല്ലത് എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടായിട്ട് നടത്തുന്നതായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് അറിയത്തില്ല. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഈ ഖമനേയി എന്ന് പറയുന്ന ഈ ഐറ്റത്തിനെയൊക്കെ കൊന്നു തള്ളാൻ പറ്റി, IRGCയുടെ തലപ്പത്തുള്ള സർവ്വസാധനത്തിനെയും തല്ലിക്കൊന്ന് കളയാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ശുദ്ധീകരിക്കപ്പെട്ടു, അതുകൊണ്ട് യുദ്ധം നിർത്തേണ്ട സമയമായി, ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ എക്കണോമിക് ബ്ലോക്കേഡ് എല്ലാം കൊണ്ട് നമ്മളെ തകർത്ത് കളയും. ഇപ്പം നമുക്ക് തകർച്ചയല്ല ഉണ്ടായിട്ടുള്ളത്, ഇമാതിരിയുള്ള കുറേ വിഷവിത്തുക്കളെ നീക്കി, അതുകൊണ്ട് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം കറക്റ്റ് സെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ച് വിജയം തന്നെയാണ്.
അവരുടെ രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ മത നേതൃത്വം എന്ന് പറയുന്ന സാധനത്തിന് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു. IRGC എന്ന് പറയുന്നതിൻ്റെ പല്ലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് IRGCയുടെ ഭാഗത്തുള്ള പ്രസ്താവനകൾ വരുന്നത്, ഞങ്ങൾ ഡിഫൻസ് നിർത്തി ഇനി ഓഫൻസിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഡിഫൻസ് ഒന്നുമില്ല, ഇനി ഓഫൻസിലേക്ക് പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച യൂറോപ്പിലുള്ള അമേരിക്കൻ അസറ്റുകൾ ഇവർ ആക്രമിക്കാൻ പോകുന്നതാണ്. അമേരിക്കൻ അസറ്റുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഇസ്രായേലിലാണ്. അപ്പോൾ ഈ യൂറോപ്പിൽ എത്രയും മുന്നേ ഇസ്രായേലിലൂടെ കിടക്കണ്ടല്ലോ, എന്താ ഇസ്രായേലിനെ ആക്രമിക്കാത്തത്? ഇവരാകെ ആക്രമിക്കുന്നത് ഇപ്പം ഈ പേർഷ്യൻ ഗൾഫിൻ്റെ വക്കിൽ കിടക്കുന്ന, സൗദി അറേബ്യനെ പോലുമല്ല, പേർഷ്യൻ ഗൾഫിൻ്റെ വക്കിൽ കിടക്കുന്ന പിന്നെ ഖത്തർ, ബഹ്റൈന്, കുവൈറ്റ്, ഇമാരുടെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുടെ മേലെയാണ് ഇവരുടെ ആക്രമണമൊക്കെ ചെല്ലുന്നത്. അതിലെ പശുവിനെ തീറ്റാൻ പോകുന്നതിൻ്റെ തലയിൽ കൊണ്ട് മിസൈലിടുക, ഇമാതിരി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളിനി ഒരു ഓപ്പൺ യുദ്ധത്തിലേക്ക് വരികയാണ്, യൂറോപ്പിലേക്ക് ഞങ്ങൾ ആക്രമണം നീട്ടും. വേറെ ഒരു പ്രസ്താവന IRGCയുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ വെപ്പൺ പ്രൊഡക്ഷൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടാൻ പോവുകയാണ്, കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല എന്നിട്ട് പറയുകയാണ് വെപ്പൺ പ്രൊഡക്ഷൻ. അപ്പോൾ ഇമാതിരിയുള്ള ഗീർവാണങ്ങൾ വിടുന്നു. അപ്പോൾ ഈ ഗീർവാണങ്ങളൊക്കെ കാണിക്കുന്നത് ഉള്ളു തീർത്തും പൊള്ളയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെഷേസ്ക്യാൻ പറയുന്നത് യുദ്ധം നിർത്താൻ പറ്റിയ സമയമാണ്, ഇപ്പോൾ അത് നിർത്തുകയാണെങ്കിൽ മിടുക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, പറയുന്നത് കേൾക്കാനുള്ള ബുദ്ധി IRGCക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും നിർത്തിയിട്ട് അവർക്ക് നെഗോസിയേഷനിലേക്ക് വന്നിട്ട് സെറ്റിൽമെൻറ്റിലേക്ക് എത്താവുന്നതാണ്. ഇനി ഹൂത്തീസിനെ സംബന്ധിച്ച്, ഹൂത്തികൾ അവരുടെ അഭ്യാസങ്ങൾ അവർ തുടരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പുതിയ കലാപരിപാടി, ഈ സൊമാലിയൻ കൊള്ളക്കാരത്തൊക്കെ നമ്മളൊരു കൂട്ടരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അവരുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് അവിടെയുള്ള കപ്പലുകളെ കൊള്ളയടിക്കാൻ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിലുള്ള മാരിടൈം ആക്ടിവിറ്റികൾ ഷാറ്റർ ചെയ്യുക. ആരും പേടിച്ചിട്ട് അതിലെ കപ്പൽ ഓടിക്കരുത്. അപ്പോൾ കുറച്ച് കപ്പലുകളെ ഇവർക്ക് ആക്രമിക്കാൻ കിട്ടും, അതവർ ആക്രമിക്കും. ഇനി ആക്രമിക്കപ്പെടാതെ ഏതെങ്കിലും കപ്പലുകൾ ഗൾഫ് ഓഫ് ഈഡനിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആക്രമിക്കാൻ വേണ്ടി ഈ പറയുന്ന പൈറേറ്റുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ പൈറേറ്റുകളെ സംബന്ധിച്ച് അവർക്ക് കൊള്ളയടിക്കാം, ഈ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആയുധങ്ങളും മറ്റ് സഹായങ്ങളും കിട്ടും. അപ്പോൾ ഇമാതിരിയുള്ള ലെവലിലാണ് ഇപ്പോൾ ഹൂതികളുടെ പട്ടാള ആക്ടിവിറ്റി, മിലിറ്ററി ആക്ടിവിറ്റി നടന്നുകൊണ്ട്, കൊള്ളയടിക്കുക എന്നുള്ള ഒരു മിലിറ്ററി ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ഹൂതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അവർ സൗദി അറേബ്യയുടെ പെട്രോളിയം ഇൻസ്റ്റലേഷൻസിനെ കഴിയുന്നത് പോലെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. യമനിൽ ഗ്രൗണ്ട് വാർ വളരെ ആക്റ്റീവായി നടക്കുകയാണ്. യമനിലെ ഔദ്യോഗിക സേനയും ഹൂതികളും തമ്മിലുള്ള യുദ്ധം, ഔദ്യോഗിക സേനയെ സൗദി അറേബ്യയാണ് സഹായിക്കുന്നതെന്ന് നമുക്കറിയാം. ആ യുദ്ധം ആക്റ്റീവായിട്ട് യമൻ്റെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ ലെബനോണിലുള്ള അവരുടെ യുദ്ധമുഖം വളരെ ആക്റ്റീവായി നിർത്തുന്നുണ്ട്. സൗദി ലെബനോണിൽ അവർ വളരെ ആക്റ്റീവായിട്ടുള്ള ബോംബിംഗ് നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടണലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ആ ടണൽ ഉൾക്കൊള്ളുന്ന പർവ്വത പ്രദേശം കഴിഞ്ഞ ദിവസം അവർ ആക്റ്റീവായിട്ട് ബോംബ് ചെയ്തിട്ടുണ്ട്. അത് ഹെസ്ബോളകളുടെ പല ഒളിത്താവളങ്ങളുമാണ് അവർ ആക്രമിച്ചിട്ടുള്ളത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കൂടാതെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമുള്ള അവരുടെ ആക്ടിവിറ്റീസ് മീൻസ് തീവ്രവാദികൾക്കെതിരെയുള്ള പ്രവർത്തനമെന്ന് അവർ പറയുന്നു. എന്തായാലും ശരി, അവരുടെ ആക്രമണങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. കൂടാതെ ടർക്കിയും ഇസ്രായേലും തമ്മിൽ വലിയ വാഗ്വാദത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, സിറിയയിലെ ഒരു എയർപോർട്ടിൽ, സിറിയയുടെ വടക്കുകിഴക്കേ കോർണറിലായിട്ട് വരുന്ന ഭാഗത്താണ് ആക്രമണം നടന്നിട്ടുള്ളത്. അവിടെ ടർക്കി സേനയുടെ സഹായത്തോടെ അവിടെയുള്ള റിബലിഷ് കുർദിസ് ഫോഴ്സുകളെ നേരിടാൻ സിറിയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയെ തുടർന്നാണ് ആ എയർപോർട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടർക്കിയുമായിട്ട് കൂട്ടുകൂടണ്ട എന്നുള്ളൊരു വാണിംഗ് ആണ് സിറിയയിലെ ഭരണകൂടത്തിന് ഇസ്രായേൽ കൊടുത്തത് എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ശരി, ഇതിൻ്റെ പേരിൽ എർദോഗൻ, ടർക്കിയുടെ പ്രസിഡന്റ്, വളരെയേറെ അനോയ്ഡ് ആയിട്ടുണ്ട്. അദ്ദേഹം ഇസ്രായേലിനെതിരെ അറസ്റ്റ് വാറണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ടെററിസ്റ്റാണ്, അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊന്നു തീർക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എർദോഗൻ കുറേ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നെതന്യാഹു അദ്ദേഹത്തോട് പോയി പണി നോക്ക് എന്ന നിലയ്ക്കുള്ള പ്രസ്താവന നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഗുണപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.